നമസ്കാരം. സഭാവിശേഷങ്ങളുമായി മാർത്തോമ ന്യൂസ്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. മലങ്കര മാർത്തോമ സുറിയാനി സഭയിൽ വൈദിക ശുശ്രൂഷയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ശമാശപട്ടം കൊട ശുശ്രൂഷകൾക്ക് ആരംഭമായി. റാന്നി ക്രിസ്തോസ് മാർത്തോമ പള്ളിയിൽ നടന്ന ശുശ്രൂഷയിൽ അലൻ തോമസ് മാത്യു, ജസ്റ്റിൻ എ തോമസ്, റിനോ ജോൺ, സോനു ജോർജ് തോമസ് എന്നിവർ ശമാശപട്ടം സ്വീകരിച്ചു. റാന്നി ഭദ്രാസനാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത, അടൂർ ഭദ്രാസനാധ്യക്ഷൻ മാത്യൂസ് മാർ സെറാഫിം എപ്പിസ്കോപ്പ എന്നിവർ മുഖ്യ കാർമ്മികരായിരുന്നു. മലപ്പള്ളി സെന്റ് ആൻഡ്രൂസ് മാർത്തോമ പള്ളിയിൽ നടന്ന ശുശ്രൂഷകൾക്ക് കോട്ടയം കൊച്ചി ഭദ്രാസനാധ്യക്ഷൻ മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ, ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത, മാത്യൂസ് മാർ സെറാഫിം എപ്പിസ്കോപ്പ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മോൻസി ടി മോനച്ചൻ, ഉമ്മൻ പി എബ്രഹാം എന്നിവർക്ക് ഇവിടെ ശമാശപട്ടം നൽകി. കൊട്ടാരക്കര ജൂബിലി മന്ദിരത്തിൽ നടന്ന ശുശ്രൂഷയിൽ ജോബിൻ ജോർജ്, ജോഷുവ കെ ജോൺസൺ എന്നിവർ ശമാശ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചു. ഡോക്ടർ തോമസ് മാർ തീത്തൂസ് എപ്പിസ്കോപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 6 മുക്കോലയ്ക്കൽ ബഥേൽ മാർത്തോമ പള്ളിയിലും 8 ഓതറ സെയിന്റ് പോൾസ് പള്ളിയിലും 10 ആനപ്രാമ്പാൽ മാർത്തോമ പള്ളിയിലും 11 കോഴഞ്ചേരി മാർത്തോമ പള്ളിയിലും 12 ഏനാർത്ത് മാർത്തോമ പള്ളിയിലും 18 കണ്ണങ്കോട് മാർത്തോമ പള്ളിയിലും ശമാശ പട്ടംകൊട ശുശ്രൂഷകൾ നടത്തും. ഡോക്ടർ ഐസക് മാർ ഫിലിക്സിനോസ് എപ്പിസ്കോപ്പ, ഡോക്ടർ യുയാക്കീം മാർ കുർലോസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത, മാത്യൂസ് മാർ സെറാഫിം എപ്പിസ്കോപ്പ, ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ, സഖറിയാസ് മാർ അപ്രീം എപ്പിസ്കോപ്പ എന്നിവർ ശുശ്രൂഷകളിൽ മുഖ്യ കാർമ്മികരായിരിക്കും. നേതൃത്വത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു സഭയാണ്. ആ അംഗീകാരം എനിക്കും നിങ്ങൾക്കും ലഭിക്കുന്നുണ്ടോ എന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് സഭയിലെ അൽമായർക്ക് ലഭ്യമായി തീരുവാനേക്കാളും ഉപരിയായി തീരുന്ന സംവിധാനം നമ്മുടെ മധ്യത്തിലുണ്ടോ എന്നത് ആണ് നാം ചോദിക്കേണ്ടത്. സുവിശേഷത്തിന്റെ സൂക്ഷ്മത ജീവിതത്തിലും പെരുമാറ്റത്തിലും ഉണ്ടാകണമെന്ന് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത 3 ദിവസങ്ങളിലായി മാരാമൺ റിട്രീറ്റ് സെന്ററിൽ നടന്ന മാർത്തോമ കൺവെൻഷൻ പ്രസംഗ സംഘം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട രക്ഷയുടെ അനുഭവം ലോകത്തിന് നൽകാൻ കഴിയണം. സത്യം തിരസ്കരിക്കപ്പെടുകയും അസത്യം അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്ന കാലമാണിത്. ക്ഷമ പാടെ ഇല്ലാതാകുന്നു. ക്ഷമിക്കുക എന്നാൽ മറ്റുള്ളവരുടെ പാതകങ്ങളെ പൊറുക്കുക മാത്രമല്ല, നന്മ ചെയ്യുക കൂടിയാണ്. ക്രിസ്തു പൊറുക്കുക മാത്രമല്ല, മനുഷ്യ വീണ്ടെടുപ്പിനായി ജീവൻ തന്നെ മറുവിലയായി നൽകുകയായിരുന്നു. ത്യാഗത്തിന്റെ ശീലങ്ങൾ വളരണം. കുരിശ് ഒരു അലങ്കാര വസ്തു ആകരുത്. കുരിശ് വേദനയോടും ത്യാഗത്തോടും ഏറ്റെടുക്കാൻ കഴിയണമെന്നും മെത്രാപ്പോലീത്ത ഉദ്ബോധിപ്പിച്ചു. സഭാ സെക്രട്ടറി റവറൻ എബി ടി മാമൻ അധ്യക്ഷനായിരുന്നു. സുവിശേഷം പ്രസംഗിക്കുക എന്ന ഉത്തരവാദിത്വം ശ്രേഷ്ഠമായി നിർവഹിക്കാൻ കഴിയണമെന്ന് അദ്ദേഹം പറഞ്ഞു. സഭാ വൈദിക ട്രസ്റ്റി റവറൻ ഡേവിഡ് ഡാനിയൽ, ആത്മായ ട്രസ്റ്റി അഡ്വക്കേറ്റ് ആൻസൽ സക്കറിയ, സുവിശേഷ പ്രസംഗ സംഘം സഞ്ചാര സെക്രട്ടറി റവറൻ ജിജി വർഗീസ്, ലേഖക സെക്രട്ടറി എബ്രഹാം പി മാത്യു, കൺവെൻഷൻ പ്രസംഗ സംഘം സെക്രട്ടറി സാം കെ ഉതുപ്പ്, വൈസ് പ്രസിഡന്റ് ജോയി പുല്ലാട്, ജോയിന്റ് സെക്രട്ടറി സാബു പുല്ലാട്, ട്രഷറർ സുവിശേഷകൻ മാത്യു ജോൺ എന്നിവർ സംസാരിച്ചു. സഭയുടെ അഭയം പദ്ധതിയിലേക്ക് സംഘം സമാഹരിച്ച 50,000 രൂപയുടെ ചെക്ക് ട്രഷറർ സുവിശേഷകൻ മാത്യു ജോൺ മെത്രാപ്പോലീത്തയ്ക്ക് കൈമാറി. 2ാം ദിവസം അടൂർ ഭദ്രാസനാധ്യക്ഷൻ മാത്യൂസ് മാർ സെറാഫിം എപ്പിസ്കോപ്പ സന്ദേശം നൽകി. സമാപന ദിവസം രാവിലെ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത വിശുദ്ധ കുർബാന ശുശ്രൂഷ അനുഷ്ഠിച്ചു. 70-ൽ പരം സുവിശേഷകർ പങ്കെടുത്തു. സംഘം സമാഹരിച്ച സുവിശേഷ ഫണ്ട് പ്രസംഗ സംഘം ജനറൽ സെക്രട്ടറി റവറൻ എബി കെ ജോഷുവയ്ക്ക് കൈമാറി. മലങ്കര മാർത്തോമ സുറിയാനി സഭ സീനിയർ വികാരി ജനറലായി വെരി റവറൻ ഡോക്ടർ ഈശോ മാത്യു ചുമതലയേറ്റു. സജീവ ശുശ്രൂഷയിൽ നിന്ന് വിരമിച്ച സീനിയർ വികാരി ജനറൽ വെരി റവറൻ ജോർജ് മാത്യു, സഭാ സെക്രട്ടറി റവറൻ എബി ടി മാമൻ എന്നിവർ പുതിയ സീനിയർ വികാരി ജനറലിനെ സ്വീകരിച്ചു. ആറന്മുള തുണ്ടിയത്ത് ഏക്കോട്ട് ടി മാത്യുവിന്റെയും റേച്ചലിന്റെയും മകനായ വെരി റവറൻ ഈശോ മാത്യു 1985 മെയ് 29 ഷമാഷ് പട്ടവും ജൂൺ 15 കശീശ പട്ടവും സ്വീകരിച്ചു. സഭാ കൗൺസിൽ അംഗം, മലങ്കര സഭാ താരക ചീഫ് എഡിറ്റർ, തിരുവല്ല കൊമ്പാടി എപ്പിസ്കോപ്പൽ ജൂബിലി ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ, സഭയുടെ സോഷ്യോ പൊളിറ്റിക്കൽ കമ്മീഷൻ കൺവീനർ, വൈദിക തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗം തുടങ്ങിയ നിലകളിലും വിവിധ ഇടവകകളിൽ വികാരിയായും ശുശ്രൂഷ നിർവഹിച്ചു. 2022
ഫെബ്രുവരി 28-ന് തിരുവല്ല സെന്റ് തോമസ് മാർത്തോമ പള്ളിയിൽ നടന്ന നിയോഗ ശുശ്രൂഷയിൽ വികാരി ജനറലായി. റാന്നി, നിലയ്ക്കൽ, ചെങ്ങന്നൂർ, മാവേലിക്കര എന്നീ ഭദ്രാസനങ്ങളിൽ വികാരി ജനറലായിരുന്നു. നിലവിൽ നിരണം മാരാമൺ ഭദ്രാസന വികാരി ജനറലായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ഭാര്യ ഡോക്ടർ ഓമന മാത്യു, 2 മക്കളുണ്ട്. ഭാരത സഭകൾ ആന്തരികവും ബാഹ്യവുമായ വെല്ലുവിളികൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ സഭകൾ തമ്മിൽ പരസ്പരം മനസ്സിലാക്കി സഹകരണത്തോടെ പ്രശ്നങ്ങളെ നേരിടണമെന്നും ഈ ദിശയിൽ സമീപകാലത്ത് നടക്കുന്ന ചലനങ്ങൾ സ്വാഗതാർഹമാണെന്നും ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത CSI, CNI മാർത്തോമ സഭകളുടെ കമ്മ്യൂണിയനായ കമ്മ്യൂണിയൻ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യയുടെ ദേശീയ നേതൃസമ്മേളനത്തിൽ സമാപന സന്ദേശം നൽകുകയായിരുന്നു മെത്രാപ്പോലീത്ത. CCI പ്രിസൈഡിംഗ് ബിഷപ്പും CNI മോഡറേറ്ററുമായ ബിഷപ്പ് BK നായക് അധ്യക്ഷത വഹിച്ചു. CNI ജനറൽ സെക്രട്ടറി റവറൻഡ് ഡോക്ടർ DJ അജിത് കുമാർ ധ്യാന പ്രസംഗം നടത്തി. CCI എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഡോക്ടർ പ്രകാശ് P. തോമസ്, ട്രഷറർ സുബ്രത ഗോറായ്, ബിഷപ്പ് ഡോക്ടർ E. പുഷ്പലളിത, മാർത്തോമ സഭ സീനിയർ വികാരി ജനറൽ വെരി റവറൻഡ് ഡോക്ടർ ഈശോ മാത്യു, സഭാ സെക്രട്ടറി റവറൻഡ് എബി ടി മാമൻ, വൈദിക ട്രസ്റ്റി റവറൻഡ് ഡേവിഡ് ഡാനിയൽ, ആത്മായ ട്രസ്റ്റി അഡ്വക്കേറ്റ് അൻസൽ സക്കറിയ കോമാട്ട്, റവറൻഡ് K. ഗീവർഗീസ്, റെയ്സ്റ്റൺ പ്രകാശ് എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത, പ്രിസൈഡിംഗ് ബിഷപ്പ് ഡോക്ടർ പ്രകാശ് P. തോമസ്, എക്സിക്യൂട്ടീവ് സെക്രട്ടറി സുബ്രത ഗോറായ്, ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു. ഭാഗ്യസ്മരണീയനായ ഗീവർഗീസ് മാർ അത്താനാസ്യോസ് സഫ്രഗൻ മെത്രാപ്പോലീത്തയെ അനുസ്മരിച്ച് റാന്നി, നിലയ്ക്കൽ ഭദ്രാസനം. വടശ്ശേരിക്കര സെന്റ് ജോൺസ് മാർത്തോമ പള്ളിയിൽ ഒരുക്കിയ സമ്മേളനത്തിൽ മലങ്കര ഓർത്തഡോക്സ് സഭ അടൂർ കടമ്പനാട് ഭദ്രാസനാധ്യക്ഷൻ ഡോക്ടർ സക്കറിയാസ് മാർ അപ്രേം മെത്രാപ്പോലീത്ത ആത്മീയത, സർഗാത്മകത, മാനവികത എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. മനുഷ്യത്വമുള്ള മനുഷ്യരുടെ സൃഷ്ടിയായിരുന്നു ഗീവർഗീസ് മാർ അത്താനാസ്യോസ് സഫ്രഗൻ മെത്രാപ്പോലീത്തയുടെ ജീവിത ലക്ഷ്യമെന്ന് മാർ അപ്രേം മെത്രാപ്പോലീത്ത അനുസ്മരിച്ചു. ദൈവവചനമാകുന്ന ഉറവയിൽ നിന്ന് ഊർജം ഊറ്റിയെടുത്ത് തന്റെ സർഗാത്മക ശൈലിയിൽ ദൈവസ്നേഹം അതിരുകളില്ലാതെ സാധാരണക്കാർക്ക് പകർന്നു നൽകിയതിലൂടെ അദ്ദേഹം തന്റെ ജീവിത ദൗത്യം നിർവഹിച്ചു. ക്രൈസ്തവ മൂല്യങ്ങൾ ബലി കഴിക്കുകയും ദൗത്യം വിസ്മരിക്കുകയും ചെയ്യുന്ന സഭകളുടെ ശൈലിയിലുള്ള ദുഃഖവും വേദനയും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ എപ്പോഴും നിഴലിച്ചു നിന്നിരുന്നതായും മാർ അപ്രേം പറഞ്ഞു. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത അധ്യക്ഷനായിരുന്നു. കലർപ്പില്ലാത്ത ജീവിതത്തിന് ഉടമയായിരുന്നു ഗീവർഗീസ് മാർ അത്താനാസ്യോസ് സഫ്രഗൻ മെത്രാപ്പോലീത്തയെന്ന് സഫ്രഗൻ മെത്രാപ്പോലീത്ത അനുസ്മരിച്ചു. പ്രസംഗകലയിൽ അദ്വിതീയനായ തിരുമേനി മനസ്സും ശരീരവും ആത്മാവും ഒരുമിപ്പിച്ച് പ്രഭാഷണം നടത്തി. സത്യമായും നീതിയായും ചിട്ടയായും എല്ലാം നടക്കണമെന്ന് ചിന്തിച്ചു. ലജ്ജ കൂടാതെ ക്രിസ്തുവിനെ പ്രസംഗിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടൂർ ഭദ്രാസന അധ്യക്ഷൻ മാത്യൂസ് മാർ സെറാഫിം എപ്പിസ്കോപ്പ, കുര്യാക്കോസ് മാർ ഇവാനിയോസ് മെത്രാപ്പോലീത്ത, ഭദ്രാസന സെക്രട്ടറി റവറൻഡ് തോമസ് കോശി പനച്ചുമൂട്ടിൽ, മുൻ സഭാ സെക്രട്ടറി റവറൻഡ് ഉമ്മൻ ഫിലിപ്പ്, ഭദ്രാസന ട്രഷറർ അനു ഫിലിപ്പ്, ഇടവക വികാരി റവറൻഡ് ഡോക്ടർ ജേക്കബ് എബ്രഹാം എന്നിവർ സംസാരിച്ചു. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് നൽകിയ ജനവിധി ഏറെ പഠന വിധേയമാക്കേണ്ടതുണ്ടെന്ന് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത. സഭയുടെ മുഖപത്രമായ മലങ്കര സഭാതാരകയിലെ മെത്രാപ്പോലീത്തയുടെ കത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് വീണ്ടും അധികാരത്തിലെത്തിയ NDA സഖ്യത്തെയും പ്രധാനമന്ത്രി സ്ഥാനം വീണ്ടും ഏറ്റെടുത്ത നരേന്ദ്രമോദിയെയും മെത്രാപ്പോലീത്ത അഭിനന്ദിച്ചു. കേരളീയരായ സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും കേന്ദ്രമന്ത്രിസഭയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ഇടയാകുന്ന സന്തോഷകരമാണെന്നും അദ്ദേഹം കത്തിൽ വ്യക്തമാക്കി. മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘം ഡോക്ടർ മാത്യൂസ് മാർ അത്താനാസ്യോസ് മെമ്മോറിയൽ ഗോസ്പൽ ടീം നേതൃത്വത്തിൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നീളുന്ന വചനയാനം സുവിശേഷ യാത്രയ്ക്ക് മാരാമണ്ണിൽ പ്രാർത്ഥനാ നിർഭരമായ തുടക്കം. ഇന്ത്യയിൽ സുവിശേഷത്തിന്റെ ദീപം തെളിയിച്ച വിശുദ്ധ തോമസ് ലീഹായുടെ സ്മരണ നിറഞ്ഞ സന്ധ്യയിൽ മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫിലിക്സനോസ് എപ്പിസ്കോപ്പ യാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മാർത്തോമ ലീഹായുടെ പാത പിന്തുടർന്ന് സുവിശേഷം ലോകമെങ്ങും പ്രചരിപ്പിക്കുക എന്ന ദൗത്യം കൂടുതൽ ഫലപ്രദമായി നിർവഹിക്കാൻ കഴിയണമെന്ന് മാർ ഫിലിക്സനോസ് എപ്പിസ്കോപ്പ പറഞ്ഞു. സംഘം ജനറൽ സെക്രട്ടറി റവറൻഡ് എബി കെ ജോഷുവ അധ്യക്ഷനായിരുന്നു. സംഘം ഭാരവാഹികളായ റവറൻഡ് ജിജി വർഗീസ്, ഡോക്ടർ എബി തോമസ് വാരിക്കാട്, ഇബ്രഹാം പി മാത്യു, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ടിജു എം ജോർജ്, ജോർജ് കെ നൈനാൻ, സാം ജേക്കബ്, മാത്യു ജോൺ, സുബി പള്ളിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഗോസ്പൽ ടീം ഡയറക്ടർ റവറൻഡ് സുനിൽ എ ജോർജിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന യാത്രാ സംഘത്തിൽ സന്തോഷ് കങ്ങഴ, മോൻസി കാരക്കൽ, അനീഷ് പി ചാക്കോ, തോമസ് കുര്യൻ, ബിജു ബാബു തുടങ്ങിയവർ പങ്കുചേരും.
ടിബറ്റൻ അതിർത്തി വരെ യാത്ര ചെയ്യുന്ന സംഘം മാരാമൺ കൺവെൻഷന് മുൻപായി മടങ്ങിയെത്തും. ചേർക്കള മാർത്തോമ ബധിര വിദ്യാലയത്തിന്റെ 44ാമത് സ്ഥാപക ദിനം ആഘോഷിച്ചു. മുൻമന്ത്രി CT അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ മാർത്തോമ സ്കൂളിന് സാധിച്ചതായി അദ്ദേഹം പറഞ്ഞു. വികാരി ജനറൽ വെരി റവറന്റ് മാത്യു ജോൺ അധ്യക്ഷനായിരുന്നു. കാസർഗോഡ് ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ആര്യ പി രാജ് മുഖ്യപ്രഭാഷണം നടത്തി. മാർത്തോമ കോളേജ് ഫോർ ദി ഡെഫ് വൈസ് പ്രിൻസിപ്പൽ റവറന്റ് ജോർജ് വർഗീസ്, PTA പ്രസിഡന്റ് R ഭാസ്കരൻ, സ്കൂൾ പ്രധാന അധ്യാപിക S ഷീല, ബാലചന്ദ്രൻ ബദിയെടുക്ക എന്നിവർ സംസാരിച്ചു. 2023-24 അധ്യയന വർഷത്തിൽ SSLC +2 ഉന്നത വിജയം നേടിയ കുട്ടികളെയും അനുമോദിച്ചു. സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ റവറന്റ് മാത്യു ബേബി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ജോഷുമോൻ KT നന്ദിയും പറഞ്ഞു. മാർത്തോമ സഭ സോഷ്യോ പൊളിറ്റിക്കൽ കമ്മീഷന്റെ നേതൃത്വത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പും ജനാധിപത്യ ഇന്ത്യയുടെ ഭാവിയും എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി. രാജ്യസഭാ മുൻ ഉപാധ്യക്ഷൻ പ്രൊഫസർ PJ കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ജനാധിപത്യം ജനങ്ങളിൽ സുരക്ഷിതമാണെന്ന സന്ദേശമാണ് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് നൽകുന്ന സന്ദേശമെന്ന് അദ്ദേഹം പറഞ്ഞു. ഡോക്ടർ സനൽ മോഹൻ, ഡോക്ടർ ജോൺ സാമുവൽ അടൂർ, സഭാ സെക്രട്ടറി റവറന്റ് എബി T മാമൻ, കോട്ടയം വൈദിക സെമിനാരി പ്രിൻസിപ്പൽ റവറന്റ് VS വർഗീസ്, കമ്മീഷൻ കൺവീനർ റവറന്റ് എബ്രഹാം മാത്യു എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടർ ഇല്യാസ് മുഹമ്മദ് മോഡറേറ്റർ ആയിരുന്നു. ഡോക്ടർ ജോസഫ് മാർ വാനിയോസ് എപ്പിസ്കോപ്പ ഓൺലൈനായി മുഖ്യ സന്ദേശം നൽകി. സ്ത്രീകൾക്ക് എവിടെയൊക്കെ ബഹുമുഖ തലങ്ങളിൽ പങ്കാളിത്തം നൽകിയിട്ടുണ്ടോ അവിടെയൊക്കെ സമൂഹത്തിൽ കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത. മാർത്തോമ സുവിശേഷ സേവികാ സംഘം നിരണം മാരാമൺ ഭദ്രാസന വാർഷിക പൊതുയോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മെത്രാപ്പോലീത്ത. സ്ത്രീ ശാക്തീകരണം, മെച്ചപ്പെട്ട സാമൂഹ്യ സുരക്ഷ, മികച്ച വിദ്യാഭ്യാസം, തൊഴിലവസരങ്ങളിലെ തുല്യത എന്നിവ സേവികാ സംഘത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ പൊതുസമൂഹത്തിൽ ലഭിച്ചിട്ടുണ്ടെന്നും മെത്രാപ്പോലീത്ത പറഞ്ഞു. ഭദ്രാസന സെക്രട്ടറി റവറന്റ് മാത്യു സെ മാത്യു, സംഘം വൈസ് പ്രസിഡന്റുമാരായ റവറന്റ് G എബ്രഹാം പണിക്കർ, വത്സമ മാത്യു എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി സ്നേഹപ്രഭ തോമസ് വാർഷിക റിപ്പോർട്ടും ട്രഷറർ അന്നമ്മ തോമസ് വരവ് ചെലവ് കണക്കും ബജറ്റും അവതരിപ്പിച്ചു. മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ കീഴിലുള്ള ഹോസ്കോട്ട് മിഷൻ ദിനം ആചരിച്ചു. മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫിലക്സനോസ് എപ്പിസ്കോപ്പ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുകയും ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ശരത് കുമാർ ബച്ചെ ഗൌഡ MLA മുഖ്യ സന്ദേശം നൽകി. വികാരി ജനറൽ വെരി റവറന്റ് ശ്യാം P തോമസ്, സുവിശേഷ പ്രസംഗ സംഘം ജനറൽ സെക്രട്ടറി റവറന്റ് എബി K ജോഷുവ, ട്രഷറർ ഡോക്ടർ എബി തോമസ് വാരിക്കാട്, ഹോസ്കോട്ട് മിഷണറി റവറന്റ് ജോൺസൺ തോമസ് ഉണ്ണിത്താൻ, അസിസ്റ്റന്റ് മിഷണറി റവറന്റ് ജിൻസ് P കോശി, ട്രഷറർ ജേക്കബ് വർഗീസ്, ഗവേണിംഗ് ബോർഡ് ചെയർമാൻ റവറന്റ് ഡോക്ടർ ജേക്കബ് P തോമസ്, റവറന്റ് KA വർഗീസ്, അനിൽ തോമസ് എന്നിവർ സംസാരിച്ചു. സംഘം ഭാരവാഹികൾ മിഷൻ ഫീൽഡുകളായ കോളാർ, ജംഗമക്കോട്ട എന്നിവിടങ്ങൾ സന്ദർശിച്ച് മിഷണറി അച്ഛന്മാർ, സുവിശേഷകർ, വിശ്വാസികൾ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. മലങ്കര മാർത്തോമ സുറിയാനി സഭ കുന്നംകുളം മലബാർ ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ ഉപ്പട മലബാർ മാർത്തോമ മിഷൻ കോംപ്ലക്സിൽ പുതുതായി ആരംഭിച്ച കരുണ ഡി അഡിക്ഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ പ്രവർത്തന ഉദ്ഘാടനം ഭദ്രാസനാധ്യക്ഷൻ ഡോക്ടർ മാത്യൂസ് മാർ മക്കാരിയോസ് എപ്പിസ്കോപ്പ നിർവഹിച്ചു. മുൻ ഭദ്രാസനാധ്യക്ഷൻ ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പയുടെ 60ാം ജന്മദിനത്തോടനുബന്ധിച്ച് ആവിഷ്കരിച്ച പദ്ധതിയാണ് കരുണ ഡി അഡിക്ഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ. തീവ്രതയേറിയ ലഹരി വസ്തുക്കളിലേക്കും ലഹരി ഇതര സംവിധാനങ്ങളിലേക്കും വഴിമാറുന്ന പുതിയ തലമുറയിലെ ആസക്തി മുൻനിർത്തിയുള്ള നൂതനവും സമഗ്രവും ശാസ്ത്രീയവുമായ ചികിത്സാ സംവിധാനമാണ് ഇവിടെ ഒരുക്കുന്നത്. സൈക്യാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, സോഷ്യൽ വർക്കേഴ്സ്, കൗൺസിലേഴ്സ് എന്നിവരുടെ സേവനം ഇവിടെ ലഭ്യമാണ്. 30 മുതൽ 90 ദിവസം വരെയാണ് ചികിത്സാ കാലാവധി. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം മുഖ്യാതിഥിയായിരുന്നു. ഭദ്രാസന സെക്രട്ടറി റവറന്റ് സജു B ജോൺ, ഭദ്രാസന ട്രഷറർ കൊച്ചുമാമൻ മണൽക്കാലായിൽ, പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ, പഞ്ചായത്ത് മെമ്പർ ഓമന നാഗോഡിയിൽ, ഉമ്മർ ഖാൻ, PT സജിമോൻ എന്നിവർ പ്രസംഗിച്ചു. റവറന്റ് ഷിജി സാം കരുണ ഡി അഡിക്ഷൻ സെന്റർ ഡയറക്ടറായി സേവനം ചെയ്തു വരുന്നു. കുന്നംകുളം മലബാർ
ഭദ്രാസനത്തിന്റെ ഉപ്പട മലബാർ മാർത്തോമ മിഷൻ കോംപ്ലക്സിൽ ഹോളിസ്റ്റിക് ചൈൽഡ് ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യയുടെ സഹകരണത്തിൽ ആരംഭിച്ച ലൈറ്റ് ടു ലൈഫ് പദ്ധതിയുടെ പ്രവർത്തന ഉദ്ഘാടനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം നിർവഹിച്ചു. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ മാത്യൂസ് മാർ മക്കാരിയോസ് എപ്പിസ്കോപ്പയുടെ അധ്യക്ഷതയിൽ ഭദ്രാസന സെക്രട്ടറി റവറൻഡ് സജു ബി ജോൺ, ഭദ്രാസന ട്രഷറർ കൊച്ചുമാമൻ മണൽകാലയിൽ, പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ, പഞ്ചായത്ത് മെമ്പർ ഓമന നാഗലോടിയിൽ, മലബാർ മാർത്തോമ മിഷൻ കോംപ്ലക്സ് ഡയറക്ടർ റവറൻഡ് ഷിജി സാം, ട്രഷറർ പി.ടി. സജിമോൻ, കോർഡിനേറ്റർ സജി സൈമൺ എന്നിവർ പ്രസംഗിച്ചു. പോത്തുകൽ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട 300ഓളം കുട്ടികൾക്കാണ് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാവുക. കൂടുതൽ സഭാവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം മാർത്തോമ വിഷനിലൂടെ. ശാലോം.